യെശയ്യാപ്രവചനം 44-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ ദൈവവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ദാഹിച്ചിരിക്കുന്നിടത്ത് ജലവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിന്മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹവും ചൊരിയും. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നത് ദാഹിച്ചിരിക്കുന്നവൻ എന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ദാഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം നൽകുന്നു. അവന്റെ ആരാണോ അവരിൽ നിന്ന് ഈ വചനം സ്വീകരിക്കുന്നത് അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നാണ് ഈ വചനത്തിലൂടെ നാം ഗ്രഹിക്കേണ്ടത്. ഈ വചനമാണ് യേശു വേറെ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ വചനമാണ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആരൊക്കെയാണോ ദൈവത്തിന്റെ വചനത്തിന് ദാഹിക്കുന്നത് അവർക്ക് ദൈവത്തിന്റെ വചനം നൽകുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച വ്യക്തിയിൽ നിന്ന് ആരൊക്കെ ദൈവവചനം സ്വീകരിക്കുന്നുവോ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയതയും അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവം നൽകുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.